ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇഗ്നോ പോയിൻ്റ്. സോ ഇന്നത്തെ പ്രോഗ്രാം ഡിക്കോഡ് സെഷനിൽ നമ്മൾ ഡിക്കോഡ് ചെയ്യുന്നത് മാസ്റ്റർ ഓഫ് സയൻസ് കോഴ്സസ് ആണ്, ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലുള്ള MSc കോഴ്സസ്. സോ നമ്മുടെ മുൻപത്തെ പ്രോഗ്രാം ഡിക്കോഡ് വീഡിയോസിലെല്ലാം ഒരു കോഴ്സ് എടുത്ത് അതിൻ്റെ എലിജിബിലിറ്റിയും അതിൽ വരുന്ന ഓരോ സബ്ജക്ട്സും അതേപോലെ തന്നെ അതിലേതൊക്കെയാണ് തിയറി, ലാബ്, പ്രൊജക്റ്റ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തു. എന്നാൽ ഇന്നത്തെ പ്രോഗ്രാം ഡിക്കോഡ് സെഷനിൽ നമ്മൾ ഏതൊക്കെയാണ് മാസ്റ്റർ ഓഫ് സയൻസ് കോഴ്സസ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ആദ്യം ഏതൊക്കെയാണ് മാസ്റ്റർ ഓഫ് സയൻസ് കോഴ്സസ് എന്ന് നോക്കാം. സോ മാത്തമാറ്റിക്സ് വിത്ത് ആപ്ലിക്കേഷൻ ഇൻ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന ഒരു MSc കോഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ജോഗ്രഫി സബ്ജക്റ്റിൽ നമുക്കൊരു MSc കോഴ്സ് അവൈലബിൾ ആണ്. ഈ MSc ജോഗ്രഫി ഒരുപാട് ലേണേഴ്സ് എടുക്കുന്ന ഒരു കോഴ്സാണ്. അതുകൊണ്ട് തന്നെ MSc ജോഗ്രഫിയുടെ ഒരു പ്രോഗ്രാം ഡിക്കോഡ് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ വേണ്ടവർക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. ഇനി മാസ്റ്റർ ഓഫ് സയൻസ് അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇഗ്നോയിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മാസ്റ്റർ ഓഫ് സയൻസ് ഫിസിക്സ് എന്ന് പറയുന്ന കോഴ്സ് അവൈലബിൾ ആണ്. നമുക്ക് BSc ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ലേണേഴ്സ് നമുക്ക് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മാസ്റ്റർ ഓഫ് ഫിസിക്സ് എടുക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഇഗ്നോയിൽ ഈ കോഴ്സിന് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിനുശേഷം മാസ്റ്റർ ഓഫ് സയൻസ് ജിയോ ഇൻഫോർമാറ്റിക്സ് എന്ന് പറയുന്ന കോഴ്സ് അവൈലബിൾ ആണ്. അപ്പം ഈ ഒരു പ്രോഗ്രാം ISRO, DRDO, IIT അങ്ങനെയുള്ള ഒരുപാട് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്സിലെ ആൾക്കാരും ഒക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് അവിടുത്തെ എമിനൻ്റ് എക്സ്പേർട്സും കൂടി ചേർന്ന് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഇത് വളരെ നല്ലൊരു കോഴ്സ് തന്നെയാണ്. അതിനുശേഷം നമുക്ക് വരുന്ന ഒരു വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് MSc കോഴ്സാണ് MSc സുവോളജി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബയോ കെമിസ്ട്രിയിൽ നമുക്കൊരു മാസ്റ്റർ ഓഫ് സയൻസ് കോഴ്സ് അവൈലബിൾ ആണ്. അനലിറ്റിക്കൽ കെമിസ്ട്രിയിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ മാസ്റ്റർ ഓഫ് സയൻസ് കെമിസ്ട്രിയും അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാസ്റ്റർ ഓഫ് സയൻസ് കോഴ്സ്. അതേപോലെ മാസ്റ്റർ ഓഫ് സയൻസ് ഇൻ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന സബ്ജക്റ്റിലും നമുക്ക് MSc കോഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ പ്രോഗ്രാംസിൻ്റെ എല്ലാം സ്പെസിഫിക് ആയിട്ടുള്ള പ്രോഗ്രാം ഡീകോഡ് ആവശ്യമുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും അത് കമൻറ്റ് ചെയ്യാവുന്നതാണ്. മറിച്ച് നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു മാസ്റ്റർ ഓഫ് സയൻസ് കോഴ്സസിനെ കുറിച്ച് മനസ്സിലാക്കാൻ ഈ ഒരു വീഡിയോ ധാരാളം മതിയാവും. അതേപോലെ തന്നെ നിങ്ങളുടെ എടുക്കാൻ ആഗ്രഹിക്കുന്ന കോഴ്സ് ഏതാണോ അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്ക്രോൾ ചെയ്യുന്ന അവസരത്തിൽ നിങ്ങളുടെ കോഴ്സിൻ്റെ ആ ഒരു പോർഷനിൽ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ വായിക്കാവുന്നതാണ്. ജനറലി നമ്മൾ പറയുമ്പോൾ ഈ മാസ്റ്റർ ഓഫ് സയൻസ് കോഴ്സിന് നമുക്ക് ഏതെങ്കിലും ഒരു ഡിഗ്രി എന്നതിലുപരി നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ആ ഒരു സബ്ജക്റ്റിൽ ഗ്രാജുവേറ്റ് ആയിരിക്കണം. അതായത് BSc ഫിസിക്സ് കഴിഞ്ഞ ആൾക്കാർക്ക് തീർച്ചയായിട്ടും MSc ഫിസിക്സിന് ജോയിൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരു ഗ്രാജുവേറ്റ് ഇൻ സയൻസ് ആയിരിക്കണം. സയൻസിൽ ഡിഗ്രി ഉള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ കോഴ്സസിനൊക്കെ ജോയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓരോ കോഴ്സിൻ്റെയും എലിജിബിലിറ്റി ഇപ്പോൾ മാസ്റ്റർ ഓഫ് സയൻസ് മാത്തമാറ്റിക്സ് വിത്ത് ആപ്ലിക്കേഷൻ ഇൻ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുമ്പോൾ എലിജിബിലിറ്റി കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്രാജുവേറ്റ് വിത്ത് മേജർ ഓർ ഓണേഴ്സ് ഇൻ മാത്തമാറ്റിക്സ് ഓർ ഗ്രാജുവേറ്റ് വിത്ത് BSc ഡിഗ്രി വിത്ത് മാത്തമാറ്റിക്സ് ആസ് വൺ ഓഫ് ദി 3 മെയിൻ സബ്ജക്ട്സ് വിത്ത് ഈക്വൽ വെയിറ്റേജ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോർമലി ഒരു MSc മാത്തമാറ്റിക്സ് പോലത്തെ കോഴ്സിന് ജോയിൻ ചെയ്യണമെങ്കിൽ BSc മാത്തമാറ്റിക്സ് ആണ് നമ്മൾ പറയുന്നത്. അഥവാ ഇവർ കൊടുത്തിട്ടുണ്ട് BA or BSc ഡിഗ്രി, അതിൽ മാത്തമാറ്റിക്സ് നമ്മുടെ ഒരു മേജർ സബ്ജക്റ്റ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ 3 മെയിൻ സബ്ജക്റ്റാണ് വരുന്നതെങ്കിൽ പോലും ആ 3 മെയിൻ സബ്ജക്റ്റിനും ഈക്വൽ വെയിറ്റേജോട് കൂടിയാണ് നമ്മുടെ ഗ്രാജുവേഷനിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേപോലെ തന്നെ മാസ്റ്റർ ഓഫ് സയൻസ് ഓരോ കോഴ്സിൻ്റെയും എലിജിബിലിറ്റി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതത് കോഴ്സിൽ ഗ്രാജുവേറ്റ് ഡിഗ്രി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങളുടെ കോഴ്സിന് എന്തെങ്കിലും ഒരു വേരിയേഷൻ ഉള്ള ഒരു ടൈപ്പ് ഓഫ് ഡിഗ്രി കോഴ്സ് ആണെങ്കിൽ ഒന്നും കൂടി നിങ്ങൾ ആ ഒരു എലിജിബിലിറ്റി കണ്ടീഷൻ വായിക്കുക. അപ്പോൾ ആ എലിജിബിലിറ്റി കണ്ടീഷൻ മീറ്റ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇഗ്നോയിൽ ഈ കോഴ്സ് ചെയ്യാൻ എലിജിബിളാണ്. അതുപോലെ തന്നെ ഇത് മാസ്റ്റർ ഓഫ് സയൻസ് കോഴ്സ് ആയതുകൊണ്ട് തന്നെ തിയറി പേപ്പറിനോടൊപ്പം നമുക്ക് ലാബ് കോഴ്സസും വരും. അതേപോലെ തന്നെ നമുക്ക് പ്രൊജക്റ്റ് വർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അഥവാ ഇനി ലാബ് ഉണ്ടെങ്കിൽ പോലും അതിന് കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ ഹാൻഡ് ബുക്സും പ്രൊജക്റ്റ് ഗൈഡും ഒക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ മാസ്റ്റർ ഓഫ് സയൻസ് കോഴ്സ് ഇഗ്നോയിൽ നിന്ന് പൂർത്തീകരിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഒരുപാട് പ്രോഗ്രാം ഡിക്കോഡ് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഏതെങ്കിലും സ്പെസിഫിക് പ്രോഗ്രാമിനെ കുറിച്ച് അതിൻ്റെ എലിജിബിലിറ്റി ആയിക്കോട്ടെ, ഫീസ് ആയിക്കോട്ടെ, അതിൻ്റെ ഡ്യൂറേഷൻ ആയിക്കോട്ടെ, നിങ്ങളുടെ ഒരു ഗ്രാജുവേറ്റ് ഡിഗ്രി വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ തുടങ്ങിയ സംശയങ്ങളായിക്കോട്ടെ, ഇഗ്നോയിലെ പ്രൊസീജിയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങളായിക്കോട്ടെ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മളെ വാട്സപ്പ് ചെയ്തിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്ത് സംസാരിക്കാവുന്നതാണ്. ഇപ്പോൾ വാട്സപ്പിൽ ഒരു ടെക്സ്റ്റ് ആയിട്ടോ വോയിസ് മെസ്സേജ് ആയിട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് ഷെയർ ചെയ്യാവുന്നതാണ്. നമ്മുടെ വാട്സപ്പ് നമ്പർ എന്ന് പറയുന്നത് 9562636469 എന്ന നമ്പറാണ്.
സോ നമ്മുടെ ചാനലിൽ ഒട്ടനവധി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എസ്പെഷ്യലി പ്രൊജക്ട് വർക്കൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. സോ പ്ലീസ് സ്റ്റേ ട്യൂൺ ഫോർ മോർ അപ്ഡേറ്റ്സ്. പ്ലീസ് സബ്സ്ക്രൈബ് ടു ദി ചാനൽ സോ ദാറ്റ് ഇഗ്നോയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡെഡ് ലൈൻസ്, എക്സാം, അസൈൻമെൻറ്റ്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. So subscribe to the channel. Also share with your IGNOU friends so that we can reach maximum number of learners. Have a happy learning experience. Thank you.